ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ലേൺ ടു ലീഡ്. നമ്മൾ ഈ ചാനൽ ഫോക്കസ് ചെയ്യുന്നത് ബോത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റുകളാണ്. നമ്മളിവിടെ തിയററ്റിക്കൽ സബ്ജക്റ്റും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സബ്ജക്റ്റും നോക്കുന്നുണ്ട്. ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ യൂജിൻ്റെ സിലബസ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. സോ വെൽക്കം ബാക്ക് ടു അവർ പ്ലേലിസ്റ്റ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂമറിക്കൽ അനാലിസിസ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് എന്ന പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദ ടോപ്പിക് ഈസ് സൊല്യൂഷൻ ഫോർ ആൾജിബ്രിക് ആൻഡ് ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എറേഴ്സ് ഇൻ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ്, എന്താണ് എറർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു എറർ ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന സൊല്യൂഷൻ ഫോർ ആൾജിബ്രിക് ആൻഡ് ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻ ആണ്. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നോക്കുന്ന ടോപ്പിക്സ് എന്താണ് ആൾജിബ്രിക് ഇക്വേഷൻസ്, എന്താണ് ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻ എന്നീ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ദ ഫസ്റ്റ് വൺ, ആൾജിബ്രിക് ഇക്വേഷൻ. An algebraic equation is expressed as a polynomial equation. ഒരു പോളിനോമിയൽ ഇക്വേഷൻ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ മുന്നേ മാത്സ് പഠിച്ചവരാണെങ്കിൽ പോളിനോമിയൽ ഇക്വേഷൻ കേട്ടിട്ടുണ്ടാകും. ഒരു ax² b അല്ലെങ്കിൽ x = 0 എന്ന രീതിയിൽ വരുന്ന ഇക്വേഷൻ, =0 എന്ന രീതിയിൽ വരുന്ന ഇക്വേഷനാണ് നമ്മൾ എന്ത് ഇക്വേഷൻ എന്ന് പറയാം? പോളിനോമിയൽ ഇക്വേഷൻ എന്ന് പറയാം. സോ പോളിനോമിയൽ ഇക്വേഷൻസിനെ പറയുന്ന പേരാണ് ആൾജിബ്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ആണ് ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ലീനിയർ ഇക്വേഷൻ. ഡിഗ്രി 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സിൻ്റെ എക്സ്പോണൻ്റ് വാല്യൂ 1 ആണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ax+b = 0 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ax+b, എയുടെ കൂടെയുള്ള എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് അതാണ് ഏറ്റവും ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത്. കാരണം ax+b എന്ന് നോക്കുമ്പോൾ ax+bയിൽ എക്സ് എന്ന ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. എക്സ് എന്ന ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. ആ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? പവർ എന്ന് പറയുന്നത് 1 ആണ്. സോ പവർ 1 ആയിട്ടുള്ള അതിനെയാണ് ഡിഗ്രി 1 എന്ന് പറയുന്നത്. ആ ഇക്വേഷനെ പറയുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻ. ആൻഡ് സെക്കൻഡ് വൺ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നോക്കുമ്പോൾ ax² + bx+c = 0ൽ രണ്ട് ടേമാണ് എക്സ് വരുന്നത്. x² എന്നുണ്ട്, എക്സ് എന്നുണ്ട്. ഈ x² ആൻഡ് എക്സിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതായിരിക്കും? x² അല്ലേ? ആൻഡ് അതിൻ്റെ പവർ അല്ലേ 2. x²ൻ്റെ പവർ 2 ആണ്, എക്സിൻ്റെ പവർ 1 ആണ്. സോ എക്സിൻ്റെ പവർ 2 ആയതുകൊണ്ട് ഇതൊരു ഡിഗ്രി 2 ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഡിഗ്രി 2 ആയതുകൊണ്ട് നമ്മൾ അതിന് എന്തെന്ന് പറയും? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും. ഈ ക്ലാസ് എന്ന് പറയുന്നത് ജസ്റ്റ് ആൾജിബ്രിക് ഇക്വേഷൻ എന്താണ്, ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻ എന്താണെന്നൊരു ബേസ് മാത്രമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. നമ്മുടെ വരുന്ന ക്ലാസ്സിലായിരിക്കും ഈ ഓരോ ഇക്വേഷൻസിൻ്റെയും റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള മെത്തേഡ്സ് പറയുന്നത്. സോ നമ്മൾ നോർമലി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി, ഡിഗ്രി 2 ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടിയാൽ അതിൻ്റെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കും? റൂട്ട് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ആണ് റൂട്ട് കണ്ടുപിടിക്കുക എന്ന് പറയാം. എ എന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാകും, ബിയും തന്നിട്ടുണ്ടാകും, സിയും തന്നിട്ടുണ്ടാകും. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കൽ അതിനെ പറയുന്ന പേരാണ് റൂട്ട്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയാൽ ആ ഇക്വേഷൻ്റെ എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? -b ± √b² - for ac whole divided by 2a. ഇത് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ കിട്ടാനായിട്ടുള്ള ഇക്വേഷനാണ് -b ± √b² - for ac divided by 2a എന്ന് പറയുന്നത്. നമുക്ക് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും സ്ഥാനത്ത് നമുക്ക് എന്താണോ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടൊക്കെ തന്ന് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് റൂട്ട് കിട്ടും. സോ ഇതാണ് ലീനിയർ ഇക്വേഷൻ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മളിനി നോക്കാൻ പോകുന്നത് ഹയർ ഡിഗ്രി പോളിനോമിയൽ വന്നാൽ എങ്ങനെ റൂട്ട് കണ്ടുപിടിക്കുന്നതാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് നമുക്ക് വരുന്ന ഫെർദർ ക്ലാസ്സസിൽ ഈ മൊഡ്യൂളിൽ ബാക്കി വരുന്ന 3 ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ ഹയർ പോളിനോമിയലിൽ റൂട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സസിൽ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് മെത്തേഡാണ് ഫാക്ടറിങ് ചെയ്യുക.
സെക്കൻഡ് മെത്തേഡ് സിന്തറ്റിക് ഡിവിഷൻ ആൻഡ് തേർഡ് മെത്തേഡ് ന്യൂമറിക്കൽ മെത്തേഡ്. ഈ ന്യൂമറിക്കൽ മെത്തേഡാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ആൻഡ് സെക്കൻഡ് മെത്തേഡ് ബൈസെക്ഷൻ മെത്തേഡ്. നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ടായിരിക്കും ഈ മെത്തേഡ്സ് കേൾക്കുന്നുണ്ടാവുക. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഇതിൽ ഓരോ മെത്തേഡ്സും എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ നമ്മൾ എന്ത് നോക്കി? ആൾജിബ്രിക് ഇക്വേഷൻ എന്താണെന്ന് നോക്കി. പോളിനോമിയൽ ഇക്വേഷൻ വരുന്നതിനാണ് ആൾജിബ്രിക് ഇക്വേഷൻ എന്ന് പറയുക. ഫസ്റ്റ് ഡിഗ്രി നോക്കി, ദാറ്റ് ഈസ് ലീനിയർ ഇക്വേഷൻ നോക്കി, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നോക്കി, ഹയർ ഡിഗ്രി പോളിനോമിയൽസ് എന്താണെന്ന് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻ. നമ്മൾ പിന്നെയും ആൾജിബ്രിക് ഇക്വേഷൻ എന്താണ് നമ്മൾ ഓൾറെഡി എങ്ങനെയെങ്കിലും സ്കൂളിലോ പ്ലസ് ടുവിലൊക്കെ നമ്മൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ ഈ ട്രാൻസ്ഡെൻഡൽ എന്നത് ചിലപ്പോൾ മേ ബി നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന പേരായിരിക്കും. സോ എന്താണ് ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻ? എ ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻ ഇൻവോൾവ്സ് ടേംസ് ലൈക്ക് എക്സ്പോണൻഷ്യൽ, ലോഗരിതമിക് ആൻഡ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് വിച്ച് ആർ നോട്ട് ആൾജിബ്രിക്. നമ്മുടെ ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻ എന്താണ്? എക്സ്പൊണൻഷ്യൽ വാല്യൂ, ലോഗ് വാല്യൂ ആൻഡ് ട്രിഗ്നോമെട്രിക് വാല്യൂ. ഈ വാല്യൂസ് അല്ലെങ്കിൽ ഈ ഫങ്ഷൻസ് വരുന്ന ഇക്വേഷൻസിന് പറയുന്ന പേരാണ് ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, സൈൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, ലോഗ് ഓഫ് എക്സ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഈ ഇ റേസ് ടു എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ടേംസ് വരുന്നതാണ്. കാരണം ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ്പോണൻഷ്യൽ അല്ലേ. ആൻഡ് സൈൻ ഓഫ് എക്സിൽ എന്ത് വരുന്നുണ്ട്? ലോഗ് ട്രിഗ്നോമെട്രിക് വരുന്നുണ്ട്. ആൻഡ് ലോഗ് ഓഫ് എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 0ൽ ലോഗ് എക്സ് വരുന്നുണ്ട്. സോ ലോഗ് എക്സോ എക്സ്പൊണൻഷ്യലോ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഒക്കെ വരൂലേ, അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ എങ്ങനെ റൂട്ട്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഏതാണ് പോളിനോമിയൽ അല്ലാതെ ഇ റേസ് ടു എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഈ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? ഗ്രാഫിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടിട്ട് നമുക്കൊരു ഇൻ്റർസെക്ഷൻ പോയിന്റ് വരും. ആ പോയിന്റ് നമുക്ക് എന്തായിരിക്കും? ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ തരുന്നുണ്ടാകും. അങ്ങനെ നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാം. ആൻഡ് സെക്കൻഡ് മെത്തേഡാണ് ന്യൂമറിക്കൽ മെത്തേഡ്. ആ മെത്തേഡാണ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്. ഈ മെത്തേഡ് എന്താണെന്നുള്ളത് നമുക്ക് ഫർദർ ക്ലാസ്സസിൽ നോക്കാം. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് ആൾജിബ്രിക് ഇക്വേഷൻ, പോളിനോമിയൽ ഇക്വേഷനാണ് ആൾജിബ്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കി, ലോഗോ എക്സ്പൊണൻഷ്യലോ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഒക്കെ വരുമല്ലേ, ആ വരുന്ന ഇക്വേഷൻസിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഡെൻഡൽ ഇക്വേഷൻ. സോ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് റിവേഴ്സ് ചെയ്തിട്ട് ആ വീഡിയോ ഒന്നും കൂടി കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.